നമസ്കാരം, ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹായ്. ഇന്ന് അമ്മയ്ക്കാണ് അവാർഡ്. അതെ അതെ, അമ്മയ്ക്ക് അവാർഡ് കിട്ടുമ്പോൾ ഈ ഒരു പൂച്ചൽ ഖാദർ സാറിന്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോഴാണ് റെക്കഗ്നിഷൻ ഒക്കെ ഇങ്ങനെ അവാർഡ്സ് ആയിട്ടും മൊമെന്റോസ് ഒക്കെ ആയിട്ട് വന്ന് കയ്യിലേക്ക് വരുന്നത്. അപ്പൊ വളരെ സന്തോഷം. സ്പെഷ്യലി അമ്മൂമ്മയുടെ ബ്ലെസ്സിങ് എല്ലാം ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. ഒരു കലാകുടുംബത്തിൽ വന്ന അംഗങ്ങളാണ്. അവാർഡൊന്നും ഒരു പുത്തരിയല്ല. അയ്യോ, അങ്ങനെ അവാർഡൊക്കെ ഒരുപാട് വാരി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്തില് ഈ പൂച്ചൽ ഖാദർ എന്ന് പറയുന്ന ഒരു നമ്മളൊക്കെ പണ്ടേ തന്നെ ഗാനരചന പൂച്ചൽ ഖാദർ എന്ന് കേട്ട് വളർന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് എത്രത്തോളം ഒരു മഹത്വമാണ്? അങ്ങനെ പുള്ളി റേറ്റ് ചെയ്യാനൊന്നും നമുക്ക് നമ്മളാകില്ല. വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഈ സ്വാഭാവിക പറയുന്ന ചെയ്യുന്ന വർക്കിന് ഒരു അംഗീകാരം അല്ലെങ്കിൽ റെമ്യൂണറേഷൻ മോളുള്ള ഒരു അവാർഡ് എന്നൊക്കെ പറയുന്ന എപ്പോഴും സന്തോഷമുള്ള കാര്യം. പ്രത്യേകിച്ച് അമ്മമാർക്ക് കിട്ടുമ്പോൾ നമ്മൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഫീലിംഗ്. പുതിയ വർക്കുകളൊക്കെ എന്തൊക്കെയാണ്? ഞാൻ ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. ചേട്ടനാണ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്. അമ്മയും ചേട്ടനുമാണ് സീരിയൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. ഞാൻ അതിലേക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മേഖല കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്? അവോയ്ഡ് ചെയ്യുന്നല്ല, അതായത് കൺവീനിയന്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് അതിലേക്ക് അങ്ങ് നിന്ന് പോയതാണ്. ഓക്കെ. ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത പ്രവർത്തനം എന്തൊക്കെയാണ്? കൈരളിലാണ് ഒരു അതിനുവേണ്ടി ഷൂട്ടൊക്കെ നടക്കുന്നു. ഒരു ഫിലിം എന്നുള്ള രീതിയിലേക്ക് എത്താനായിട്ട് ഇനി എത്ര പരിശ്രമമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? കിട്ടുന്നവരെയും പരിശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ ഇപ്പോൾ അമ്മയ്ക്കൊക്കെ അറിയാം, അവരുടെ കാലഘട്ടത്തിലൊക്കെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാനുള്ള ഒരു ഇതായിരുന്നു. ഇന്ന് റീൽസ് ഉണ്ട്, നമുക്ക് പല പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ രണ്ട് കാലത്തെയും എങ്ങനെയാണ് താരതമ്യം? ഡെഫിനറ്റായിട്ടും ഇപ്പം ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അതിൽ തന്നെ സ്വാഭാവിക പറയുന്നത് ഇപ്പം റെക്കഗ്നേഷൻസ് ഒരുപാട് കൂടുന്നുണ്ട്. ഒരുപാട് അവാർഡ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കമ്മിറ്റികൾ, ഒരുപാട് അതൊക്കെ നല്ലതാണ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് അതിനൊരു ഇൻസ്പിറേഷൻ ഇതിലോട്ട് വരാനാണെങ്കിലും പണ്ടത്തിനെക്കാളും കുറെ കൂടെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വർക്ക് ഷൂട്ട് ചെയ്യാന്നുള്ളത് നല്ലതാണ്. കൊച്ചു വ്ളോഗർ എങ്ങനെയാണ്? കൊച്ചു വ്ളോഗർ ഇപ്പം വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. കണ്ടോ, മൈക്കിൽ സംസാരിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അത് കണ്ട് വളരുന്നത് കൊണ്ടായിരിക്കും കുറച്ച് കംഫർട്ടബിൾ ആണ്. ക്യാമറ ഇതിനേക്കാളും കംഫർട്ടബിൾ ആണ്. സാറിന് എങ്ങനെയുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ മിസ് ചെയ്യുമ്പോൾ പുള്ളിക്ക് എത്രത്തോളം ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും? അപ്പൊ മിസ് ചെയ്യുമ്പോൾ നമ്മളിപ്പം വെറുതെ വന്നു. ഇപ്പൊ പുള്ളി ഉണ്ടായിരുന്ന ഇപ്പൊ ഒരു ക്യാമറ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് അങ്ങനത്തെ മൊമെന്റ്സ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ല. പക്ഷെ പുള്ളി ഭയങ്കര പ്രിപ്പയർഡ് ആയിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ് ആയിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ ചെന്നിട്ടായിരിക്കും ആലോചിക്കുന്നത് ഇത് നമുക്ക് ഫിലിം ചെയ്യാൻ, ഷൂട്ട് ചെയ്ത് കീപ്പ് ചെയ്യാൻ. പക്ഷെ പുള്ളി അങ്ങനെയല്ല, പുള്ളി ഭയങ്കര എക്വിപ്ഡ് ആണ് എപ്പോഴും. അപ്പൊ അങ്ങനത്തെ കുറച്ച് സൈഡൊക്കെ നമുക്ക് വീക്കായി തുടങ്ങി എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മോളുടെ ചില മൊമെന്റ്സ് വരെയും കുറെ കൂടെ ഗ്ലോറിഫൈ ആയാണ്. ആക്ച്വലി വലിയൊരു ലോസ് ആണ്. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ സൈഡിൽ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ആക്ച്വലി ഗ്രാൻഡ് ഫാദറിന്റെ ഒരു അഫെക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഒരു ലോസ് തന്നെയാണ്, വലിയൊരു ലോസ് ആയിരുന്നു.